ഹായ്, ഐഫോൺ എല്ലാവർക്കും പഠിക്കാം എന്ന ചാപ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഐഫോൺ സർവീസ് ചെയ്യാൻ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു മീറ്ററാണ്, ഫ്ലൂക്കിന്റെ മൾട്ടിമീറ്റർ. ഇതിന്റെ പേര് ഫ്ലൂക്ക് 101 എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ അതിൽ കാണാൻ കഴിയും, ഫ്ലൂക്കിന്റെ 101 എന്നുള്ള മോഡൽ. അപ്പോൾ ഒരു മൾട്ടിമീറ്റർ, ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ എങ്ങനെ നമുക്ക് ഒരു ഫോണിന്റെ കംപ്ലൈന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ലഘുവായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്കിന്ന് കൂടുതലൊന്നും മൾട്ടിമീറ്ററിനെ കുറിച്ച് പറയുന്നില്ല. നമുക്കൊന്ന് വോൾട്ടേജ് എങ്ങനെ മെഷർമെന്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക രണ്ട് കാര്യങ്ങളിലാണ്, ഒന്ന് ഹോംസും ഒന്ന് ഇംപെഡൻസും ഒന്ന് ഡയോഡും. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം അനലോഗ് മൾട്ടിമീറ്ററിൽ പൊതുവെ നമ്മളിവിടെ കുറെ കാലം ടെക്നീഷ്യന്മാർ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവരൊക്കെ അനലോഗ് മൾട്ടിമീറ്ററിൽ അവർക്ക് പരിചയം എന്ന് പറയും. പക്ഷെ അനലോഗ് മൾട്ടിമീറ്ററിൽ എങ്ങനെയാണ് ഒരു ഷോർട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റി അവർ ചോദിക്കും. അവർ പറഞ്ഞൊരു മറുപടിയാണ്, ഒരു സൂചി ഒന്ന് വലത്തോട്ട് പോയിട്ട് ഒന്നിങ്ങോട്ട് വരുമ്പോൾ അത് ഷോർട്ട് ഇല്ല, തിരിച്ചു വെക്കുമ്പോൾ ഒന്നിങ്ങനെ ഉണ്ട് എന്നുള്ളൊരു സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെ. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെ നമുക്കൊരു ഡിജിറ്റൽക്ക് മാറുമ്പോൾ അതെങ്ങനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഷോർട്ടിനെല്ലാം ചെക്ക് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടും നമുക്ക് നോക്കാൻ കഴിയും. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം പഠിക്കണം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹോംസിലാണ്, അതായത് കറണ്ടിന്റെ റെസിസ്റ്റൻസ് കൂടുന്നതോറും കറണ്ടിനെ കടത്തിവിടുന്നത് എമൗണ്ട് കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ടിന്റെ ഫ്ലോ കൂടും. ഇതാണ് ഒരു റെസിസ്റ്റർ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഉപയോഗം. അതേപോലെ തന്നെ ഒരു ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡിൽ, അതായത് കപ്പാസിറ്റർ, ഇൻഡക്ടർ, അതേപോലെ തന്നെ റെസിസ്റ്റൻസ് മൊത്തത്തിൽ കൂട്ടിയിട്ട് നമ്മൾ അളക്കുന്ന ഒരു പറയുന്ന ഒരു വേർഡിനാണ് ഇംപെഡൻസ്, അല്ലെങ്കിൽ നമ്മൾ GR വാല്യൂ എന്നൊക്കെ അതിനെ പറയും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നതാണ്. റെസിസ്റ്റർ ഒന്ന് സാധാ റെസിസ്റ്റർ ഉണ്ട്, ഒന്ന് SMD റെസിസ്റ്റർ ഉണ്ട്. പിന്നെ സിമ്പിളും ജസ്റ്റ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ടാമത് നമുക്ക് എങ്ങനെ ഒരു എന്താ പറയുക, റെസിസ്റ്റർ ജസ്റ്റ് ഒരു ഗ്രാഫാണ്, ഒരു 1 കിലോ ഹോംസിന്റെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇതിലാണ് ജസ്റ്റ് ഒരു ഗ്രാഫ് മാറി വരച്ചിട്ടുണ്ട്. ഇവിടെ കാണാം 1 കിലോ ഹോം, അതായത് 1 കിലോ ഹോമിന്റെ റെസിസ്റ്റർ നമ്മളൊരു മൾട്ടിമീറ്റർ ഇട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ബട്ടൺസ് നിങ്ങൾക്ക് ഹോംസിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഹോംസ് എന്നുള്ളത് മീറ്ററിൽ കാണിക്കണം. ഈ 1000 ഹോംസ് എന്ന് കാണിക്കുമ്പോഴാണ് അതെന്താവുന്നത്, ആ റെസിസ്റ്റർ കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് വേണം, നമ്മുടെ കയ്യിലുള്ളത് 1000 ഹോംസിന്റെ അല്ലെങ്കിൽ 1K റെസിസ്റ്റർ ആണെന്നുള്ളത് നമുക്ക് ആദ്യം എന്ത് വേണം, ബോധ്യം വേണം. ഈ ഒരു ടൈപ്പ് റെസിസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇങ്ങനത്തെ റെസിസ്റ്റർ ആണ് നമുക്ക് കളർ കോഡ് ഉപയോഗിച്ചിട്ട് കാണാൻ കഴിയും. നേരെ തിരിച്ച് SMD റെജിസ്റ്റർ ആവുന്ന സമയത്ത് നമുക്ക് സർക്യൂട്ട് നോക്കേണ്ടി വരും. സർക്യൂട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ അതിൽ സർക്യൂട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലുണ്ടാകുന്ന വാല്യൂ 1 കിലോ ഹോംസ് ആണെന്നുണ്ടെങ്കിൽ അതേ ഹോംസിനെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിമീറ്ററിൽ ഹോംസിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണണം. അപ്പോൾ ഒരു ആവറേജ് എങ്ങനെയാണ് ഒരു കമ്പോണൻസിന്റെ ഫോൾട്ട് വരുന്നത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ്. 1 കിലോ ഹോംസ്, അതായത് നമുക്ക് കിട്ടിയ റെസിസ്റ്ററിന്റെ വാല്യൂ 1 കിലോ ഹോംസ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ 1 കിലോ ഹോംസ് എന്ന് പറഞ്ഞാൽ നോർമൽ വാല്യൂ. ഈ വാല്യൂ കൂടുന്നതോറും അത് കംപ്ലൈന്റ് ആണ്, അത് കുറഞ്ഞു കഴിഞ്ഞാലും അത് കംപ്ലൈന്റ് ആണ്. അപ്പോൾ നമുക്ക് 1 കിലോ ഹോംസിന്റെ റെസിസ്റ്റർ നമുക്ക് കിട്ടിയത് ഒരു 1.5 കിലോ ഹോംസ് എന്നാണ് നമുക്ക് മീറ്ററിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റർ കംപ്ലൈന്റ് ആണ്. അതേപോലെ തന്നെ 2 കിലോ 2.5 കിലോ ഹോംസ് ഒക്കെയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നോർമലി അതിന്റെ വാല്യൂ 1 കിലോ ഹോംസ് ആണ് നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു റെസിസ്റ്റർ കംപ്ലൈന്റ് ആണെന്നുള്ളത്. അതേപോലെ തന്നെ ഒരു 1 കിലോ ഹോംസിന്റെ റെസിസ്റ്റർ നമുക്കൊരു 0.7 കിലോ ഹോംസ് അല്ലെങ്കിൽ 500 ഹോംസ് 100 ഹോംസ് 00 ഒക്കെ കാണിക്കാന്നുണ്ടെങ്കിലും ആ റെസിസ്റ്റർ കംപ്ലൈന്റ് ആണെന്നുള്ള സാമാന്യ ബോധം നമുക്ക് വേണം. അതിന് എന്ത് വേണം, എപ്പോഴും ആ റെസിസ്റ്ററിന്റെ എക്സാക്ട് വാല്യൂ എത്തുന്നത് നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ SMD കമ്പോണൻസ് ആണെങ്കിൽ സർക്യൂട്ട് നിർബന്ധമാണ്. സർക്യൂട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഒരു 1 കിലോ ഹോംസിന്റെ റെസിസ്റ്ററിൽ നമുക്ക് 1 കിലോ ഹോംസ് 1000 ഹോംസ് കിട്ടണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ എക്സാക്ട് എത്ര വാല്യൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സർക്യൂട്ട് ഉപയോഗിച്ച് കണ്ടെത്തിയിട്ട് മാത്രമേ അവിടുത്തെ വാല്യൂ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്, ഇത് ഒരു നമ്മുടെ ഇന്ത്യയിൽ, അതായത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വരുന്ന ഇൻപുട്ട്, അതായത് മെയിൻ AC വോൾട്ടേജ് എത്രയാണ് നോർമലി വരുന്നത്, 230 വോൾട്ട് 220 വോൾട്ട് ആണ് നോർമലി എല്ലായിടത്തും. ഒരു നോർമൽ വോൾട്ടേജ് 220 വോൾട്ടേജ് ആണ്, അത് നമുക്കറിയാം. ഈ അളവിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 100 ആണെന്നുണ്ടെങ്കിലും അത് കംപ്ലൈന്റ് ആണ്. 50 ആണെങ്കിലും ആ ലൈനിൽ കിട്ടുന്ന വോൾട്ടേജ് 220 ഒരു ചിലപ്പോൾ 150 190 പ്രശ്നമില്ല, ഒരു 150 100 വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പോലും അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവില്ല. അപ്പോഴും ആ ലൈനിൽ എന്തോ കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ 220 മേലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വോൾട്ടേജ് കൂടുതലാണ്, അതും അവിടെ നോർമൽ സ്റ്റേജിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ
ഇവിടെ ജസ്റ്റ് കണ്ടു, ഇവിടെ ഒരു കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ അടുത്ത ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ എത്ര അടുത്ത എസിന് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് 120 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ അവിടെ പോയിട്ട് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് ലൈനത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന വാല്യൂ 120 വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് അത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവില്ല, സെറ്റ് ആവില്ല. കാരണം എന്താ, നമ്മൾ അളക്കുന്നത് ഇന്ത്യയിലെ ലൈൻ വോൾട്ടേജ് 220 വോൾട്ട് വെച്ചിട്ട് നമ്മൾ ഈ രാജ്യങ്ങളിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 220 വോൾട്ട് കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് റെഡി ആവില്ല. അവിടുത്തെ കൊടുത്ത വോൾട്ടേജ് 120 വോൾട്ടേജാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നത് നമുക്ക് അവിടെ എക്സാക്ട് എത്ര വാല്യൂ വരണം എന്നുള്ളതിന് ആദ്യം നമുക്കൊരു ബോധ്യം വേണം. ഒന്നിങ്ങനെ സർക്യൂട്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സർക്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്ര വരും എന്നുള്ളതിനൊരു തെളിവായിട്ട് വേറെ ബോർഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ചോദിച്ചാൽ അവിടുത്തെ വാല്യൂ എത്രയെന്ന് നമുക്ക് പറയാം. ആ വാല്യൂ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഫോൺ റിപ്പയർ ചെയ്യാൻ പോസിബിൾ ആവും. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് 220 ആണ് എങ്കിൽ ചില രാജ്യങ്ങളിൽ 120 വോൾട്ടേജ് വരുന്ന ചില രാജ്യങ്ങളും ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ 120 ആണ് കാണുന്നുണ്ടെങ്കിൽ അത് കമ്പൈൻഡ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. അടുത്തത് ഡയോഡ് മോഡ്. ഡയോഡ് മോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ബയാസ്, ഒന്ന് ഫോർവേഡ് ബയാസും ഒന്ന് റിവേഴ്സ് ബയാസും. അതായത് ആനോഡും ഒരു കാഥോഡും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇതിൽ ഇപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ ഇങ്ങോട്ട് ഫോർവേഡ് ആയിട്ട് വരും. ഇവിടെ നെഗറ്റീവ് ആണ് എത്തുന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ബയാസ് അങ്ങോട്ട് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മദർ ബോർഡിൽ നമ്മൾ എപ്പോഴും ഇംപെഡൻസ് ചെക്ക് ചെയ്യുമ്പോൾ, ജിആർ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡാണ് ഡയോഡ് മോഡ്. പലപ്പോഴും നമ്മൾ ഇത് ചെയ്യുക എന്താണ്, ഇപ്പോൾ ഒരു ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ഉണ്ടോ ഇല്ലയോ നോക്കൽ ബസർ മോഡിൽ ഇട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ബസർ മോഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പവർ ഐസിന്റെ സൈഡിൽ സിപിയുടെ സൈഡിലുള്ള ബക്ക് പോയിന്റ് വരുന്ന ചെറിയ 0.7 മില്ലി ആംപിയർ, 0.7 വോൾട്ടേജ്, 0.1 വോൾട്ട്, 1.2 വോൾട്ടേജിനൊക്കെ എപ്പോഴും ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാകും. ഒരു 50 ഓംസിന് താഴെ ഉണ്ടാവും. ഒരു 15, 16, 18.18 ഒക്കെ ഓംസ് ഉണ്ടാവുള്ളൂ. വളരെ കുറവാകും കാണിക്കുക. അപ്പൊ നമ്മൾ ബസർ മോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മദർ ബോർഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു സാംസങ്ങിന്റെ ഫോണിൽ ഏതെങ്കിലും ഒരു ഫോണിന്റെ പവർ ഐസിലുള്ള ഒരു 6A കോയിലുണ്ട്. ആ കോയിൽ അധികവും കാണിക്കുന്ന ഓംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഓംസ് 20 ഓംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ബസർ മോഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, അത് ഫുള്ള് ബസർ അടിക്കും. ബസർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്നത് ഷോർട്ടാണ്. അങ്ങനെ അതിനുള്ള ഓരോ കപ്പാസിറ്റി നമ്മൾ റിമൂവ് ചെയ്താൽ പോലും അത് ഷോർട്ട് പോകില്ല. അത് നോർമലി അവിടുത്തെ വാല്യൂ 15 ഓംസ് ആണ് അല്ലെങ്കിൽ 20 ഓംസ് ആണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വർക്കിംഗ് മോഡുകൾ എത്രയാണോ അതിന്റെ റീഡിങ് വരുന്നത് നമുക്ക് ആദ്യം അറിയണം. എന്നാലും മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺഫേം ചെയ്യാൻ കഴിയുള്ളൂ. അതേ കേസിൽ ഇതൊരു ഡയോഡ് മോഡിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു നോർമൽ വാല്യൂ, ഇതൊരു നോർമൽ വാല്യൂ ഒരു ഇംപെഡൻസ്, ഇപ്പോൾ ഒരു iPhone 6ന്റെ ഏതെങ്കിലും ഒരു മദർ ബോർഡിന്റെ ഒരു VCC ബാറ്ററി മെയിൻ VDD മെയിൻ്റെ ഓംസ് 300 ഓംസ് ആണ് നമ്മൾ വിചാരിക്കുക. 300 ഓംസ് എന്ന് പറഞ്ഞാൽ നോർമൽ വാല്യൂ ആണ്. അത് വർക്കിംഗ് ഫോണിന്റെ ഒരു റീഡിങ് 300 ഓംസ് ആണെന്നുണ്ടെങ്കിൽ ആ 300 ഓംസ് അത് കുറയുന്തോറും അത് ഗ്രൗണ്ടിലേക്കുള്ള കറണ്ട് ഫ്ലോ കൂടിക്കൂടി വരും. അതായത് അത് ലീക്കേജ് ആയി ഷോർട്ടായി വരും. ഇപ്പോൾ 300 കിട്ടേണ്ട സ്ഥലത്ത് നമുക്ക് 100 ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ 200 ഒരു വ്യത്യാസം വരും. ആ 200 ഓംസിന് വ്യത്യാസത്തിൽ കറണ്ട് ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആഴ്ച 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈൻ കംപ്ലീറ്റ് ഷോർട്ടായി. അതായത് ഹൈ കറണ്ട് ഫ്ലോ. അതായത് അവിടെ നമുക്ക് ഒരു 4 വോൾട്ട് 2 ആംപിയർ ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ആ 4 വോൾട്ട് 2 ആംപിയറും അതേപടി ഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഈ ഒരു വോൾട്ടേജിന്റെ കേസിൽ മാത്രമല്ല, നമുക്ക് എക്സാമ്പിൾ ഒരു ക്യാമറ കണക്ടർ ചെക്ക് ചെയ്യാം. ക്യാമറ കണക്ടർ ചെക്ക് ചെയ്യുമ്പോഴും ഏത് ലൈൻസ് ചെക്ക് ചെയ്യുമ്പോഴും അവിടെ കിട്ടേണ്ട എക്സാക്ട് വാല്യൂ എത്രയാണോ ആ വാല്യൂ ഇത് കുറഞ്ഞാൽ സെറ്റ് ഗ്രൗണ്ടിലേക്കുള്ള അളവ് കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയിട്ട് അങ്ങോട്ട് പോകും. ഇപ്പോൾ ഒരു 300 ആണ് വേണ്ടത്, 350, 400, 450 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കിട്ടുന്ന കറണ്ടിന്റെ അളവ് തീരെ കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അങ്ങനെ വരുമ്പോൾ എന്താവും, ഇപ്പൊ ഇവിടെ ഒരു 300 ഓംസിൽ നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് ഒരു 2 വോൾട്ടേജ് ആണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടേക്കുള്ള വാല്യൂ അബ്നോർമൽ ആയിട്ട് ഒരു ഓപ്പൺ ലൈൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വോൾട്ടേജ് കിട്ടാത്തൊരു കണ്ടീഷൻ വരും. അല്ലെങ്കിൽ കറണ്ട് കിട്ടാത്ത കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ആ ലൈന് വർക്ക് ആവില്ല. അപ്പോൾ മൾട്ടിമീറ്ററിൽ ഓയിൽ എന്ന് കാണിക്കും. ഇപ്പോൾ ചില കമ്പോണൻസ് നമുക്ക് കണക്ഷൻ ഇല്ലാത്ത ചില ലൈന് വന്നു കഴിഞ്ഞാൽ അവിടെ അതേപോലെ ഓയിൽ എന്ന് കാണിക്കും. ഈ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓപ്പൺ ലൈൻ എന്ന രീതിയിലാണ്. അതായത് ഇപ്പൊ ഒരു പ്രോബ് കണക്ട് ചെയ്തിരിക്കും. ഒരു മൾട്ടിമീറ്ററാണ്. മൾട്ടിമീറ്ററിൽ നമ്മൾ ഡയോഡ് മോഡിൽ ഇട്ടിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ എത്ര ആവും, ഓയിൽ എന്നാ കാണിക്കുക. ഇതേപോലെ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താവും 00 കാണിക്കും. അപ്പോൾ 00 കാണിക്കുമ്പോൾ
നമുക്കത് ഷോർട്ട് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ വാല്യൂ ഉണ്ടാകും. ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു VDD മെയിൻ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ 0 ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഷോർട്ട് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതേ ലൈനിൽ നമ്മൾ ഒന്നും കാണിക്കണില്ല എന്നാൽ ആ ലൈനിലേക്ക് കണക്ഷൻ വരുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ചില ക്യാമറ കണക്ടർ അതേപോലെ തന്നെ ചില ടച്ചിന് കണക്ടറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കുറേ ലൈന് ഓയിൽ എന്ന് കാണിക്കും. ആ ഓയിൽ എന്ന് കാണിക്കാനുള്ള കാരണം അതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റർ വഴിയാണ് കാരണം സിഗ്നൽ മാത്രമാണ് കാരണം അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്തും അവിടെ ഓയിൽ കാണിക്കും. കാരണം കപ്പാസിറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഓയിൽ, അതായത് ഒരു പർട്ടിക്കുലർ ലൈന്. ഇപ്പോൾ ഈ ഒരു ലൈന് ഇതിപ്പോൾ ഒരു സിംഗിൾ ലൈനാണ്, ഒരു സിംഗിൾ വയർ കട്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണിക്കും? ഓയിൽ എന്ന് കാണിക്കും. അതായത് കാരണം ഈ രണ്ട് ട്യൂബ് തമ്മിൽ ഒരു എന്താ പറയുക കേബിളായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡയോഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ അവിടെ 0 കാണിക്കും. അത് ഫുൾ കണ്ടിന്യൂറ്റി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ ലൈന് ബ്രേക്ക് അയക്കണമെന്നുണ്ടെങ്കിലും അവിടെ ഓയിൽ എന്നാണ് കാണിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കേബിൾ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമുക്ക് ചില എന്താ പറയാ ചില ലൈൻ, അതായത് ക്യാമറ പോലത്തെ കണക്ട് ഉണ്ടാവും. ഇപ്പൊ ഇതൊരു iPhone X ഒരു ക്യാമറ ഒരു ലൈനാണ്. അതായത് ഈ ലൈനിൽ കണ്ടാവും, ഈ ലൈനിൽ ഇവിടെ ഒരു C40-50 കപ്പാസിറ്റർ പുറത്ത് നമുക്ക് കാണിക്കുന്ന വാല്യൂ ഓയിലാണ്. ഈ ഓയിൽ വരാൻ കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ കപ്പാസിറ്റർ DC എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, AC കടത്തിവിടുന്നു ഇല്ലേ? അപ്പൊ ഇതിക്ക് അതായത് നമുക്ക് ഈ ലൈനിലേക്ക് വരുന്നത് സിഗ്നലാണ്. സിഗ്നൽ നമ്മളൊരു സിഗ്നലായിട്ട് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും? കപ്പാസിറ്റർ സിഗ്നൽ എന്ത് ചെയ്യും? പാസ് ചെയ്യും. പക്ഷേ നമ്മൾ മൾട്ടിമീറ്ററിൽ അളക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് DC ആണ്. കാരണം ഇതിന് ഔട്ട്പുട്ടിൽ എപ്പോഴും ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. ഈ വോൾട്ടേജ് ആണ് ഈ വോൾട്ടേജ് കടത്തി വിട്ടുന്ന മൾട്ടിമീറ്ററിന്റെ ഓരോ സംഗതികളും വർക്കാവും. അപ്പൊ ഇതിന് DC ആയതുകൊണ്ട് ഇവിടെ വരുന്ന കപ്പാസിറ്റർ DC ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യൂല? ഇവിടെ കറക്റ്റ് വാല്യൂ കിട്ടില്ല. ഇവിടെ എപ്പോഴും ഓയിൽ എന്ന് കാണിക്കാം. പക്ഷെ ഈ കപ്പാസിറ്റർ ഇവിടെ നിന്ന് മിസ്സായി കഴിഞ്ഞാലും ഇവിടെ ഓയിൽ എന്നാണ് കാണിക്കുക. ഈ കപ്പാസിറ്റർ ഉണ്ടെങ്കിലും ഓയിൽ എന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്ററിന്റെ ഈ ഒരു സൈഡിലല്ലോ, അതായത് 40-50 ഈ സൈഡിൽ നമുക്ക് വാല്യൂ ഇംപെഡൻസ് വരുന്നുണ്ടോ നോക്കാം. ഇവിടുത്തെ ഇംപെഡൻസ് എത്രയാണെന്നുള്ളത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെയും വാല്യൂ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലൈൻ എങ്ങോട്ടാണ് പോകുന്നത്, ആ പോകുന്ന ലൈനിൽ എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്തത്. അത് നമുക്ക് ഓരോരോ വീഡിയോയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെക്ക് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മൾട്ടിമീറ്ററിൽ എപ്പോഴും ഇപ്പോൾ പൊതുവെ ടെക്നീഷ്യന്മാർക്കുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഇതേപോലെ ഇത് ഒരു ഇംപെഡൻസിന്റെ ഒരു ചെറിയൊരു ചാർട്ടാണ്. ഒരു 300 ആണ് വാല്യൂ, നോർമൽ വാല്യൂ എന്നുണ്ടെങ്കിൽ ഈ 300 കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ട് ആയിട്ട് വരുന്നുള്ളതും ഒപ്പായി കഴിഞ്ഞാൽ അടുക്കള കണക്ഷൻ കിട്ടാത്ത പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വാല്യൂ എത്രയെന്ന് അറിയാതെ നമ്മൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി CPU അതേപോലെ തന്നെ പ്ലസ് ബാക്ക് കോയിലൊക്കെ ഇംപെഡൻസ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറഞ്ഞ വാല്യൂ ആയിരുന്നു 15, 20 അല്ലെങ്കിൽ 2, 6 പോലത്തെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ബസർ മോഡിലോ അനലോഗ് മൾട്ടിമീറ്ററിലോ ചെക്ക് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ആയിട്ടാണ് കാണുക. പക്ഷെ അവിടുത്തെ എക്സാക്ട് വാല്യൂ പറഞ്ഞ മാതിരി 6 ohms, 7 ohms, 8, 15 ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ ഷോർട്ട് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഓരോ കപ്പാസിറ്ററൊക്കെ തട്ടാൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫോൾട്ടായിട്ട് മാറും. അത് പിന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. ചിലവർ ഷോർട്ട് കില്ലറൊക്കെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ആ CPU-ന്റെ ഡാമേജ് ആയി പോകും. അപ്പം എന്ത് ചെയ്യില്ല, അതിന് നിൽക്കരുത്. അപ്പോൾ ഏതൊരു സെറ്റ് വന്നു കഴിഞ്ഞാലും അവിടുത്തെ വാല്യൂ എത്ര നമ്മൾ ആദ്യം പഠിക്കുക. അപ്പോൾ അതിനുള്ള ജസ്റ്റ് ഒരു 300 ohms 300 ഇംപെഡൻസ് നമ്മൾ ഒരു കോമൺ ഒരു ഇതാക്കിയിട്ടാണ് എടുത്തിട്ടാണ് ഇപ്പം ഞാൻ ഗ്രാഫ് ഇവിടെ പറഞ്ഞത്. 300 കൂടി കഴിഞ്ഞാലും കംപ്ലൈൻ്റ് ആണ്, 300 കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. 300 കുറയുമ്പോഴുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ പർട്ടിക്കുലർ ഏരിയ ഷോർട്ട് ഗ്രൗണ്ടിനോടുള്ള ഒരു അകലം കുറഞ്ഞു വരണം. അപ്പോൾ അത് പിന്നെ പൊതുവെ ലീക്കേജ് ആയി 300 നമുക്ക് 100 കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ലീക്കേജ് ആയിട്ടും 0 ആയി കഴിഞ്ഞാൽ ഷോർട്ട് ആയിട്ടും ആണെന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് വേണം. അല്ലാതെ ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബസർ മോഡ് ഇട്ടിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഡീപ് സൗണ്ട് കേട്ട് ഷോർട്ട് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ ആ ഫോൺ പിന്നീട് റെഡിയാക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ഷോർട്ട് കില്ലറൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈനേ എന്തായിട്ടുണ്ടാവും, ഡാമേജ് ആയി പോയിട്ടുണ്ടാവും. ഇതാണ് മൾട്ടിമീറ്ററിനെ കുറിച്ച് ചെറുതായിട്ട് ഒരു ഇംപെഡൻസ് എന്താണെന്നുള്ളത്, റെസിസ്റ്റൻസ് എന്താണെന്നുള്ള രീതിയിലുള്ള ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. എപ്പോഴും നമുക്ക് അവിടെ എപ്പോഴും ഞാൻ പറയുകയാണ്, അവിടെ എപ്പോഴും എത്രയാണ് വാല്യൂ വേണ്ടത് നമുക്ക് അറിഞ്ഞിട്ട് മാത്രം റിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് തെറ്റുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഇതുപോലത്തുള്ള മറ്റു വീഡിയോകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ.